സദസ് കാണുമ്പോൾ സദസ്സിന്റെ എണ്ണം കൊണ്ടല്ല ഞാൻ ആവേശം കൊള്ളുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട്ട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയ ജനസമൂഹവുമായി തുലനം ചെയ്യുമ്പോൾ ഈ സദസ്സിന് സംഖ്യാധിക്യമില്ല. എന്നാൽ ഈ സദസ്സിലിരിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ നാളെയുടെ വാഗ്ദാനങ്ങളാണ് എന്നത് എനിക്ക് പ്രത്യേകമായ ആവേശം നൽകുന്നു. എന്തൊരു ആനന്ദമാണ് ഇപ്പോഴുള്ളത്. പ്രിയപ്പെട്ട മക്കളെ, ഈ പതാക കൊടുങ്കാറ്റുകൾക്കെതിരിൽ, വെള്ളപ്പൊക്കങ്ങൾക്കെതിരിൽ, ദേവാദികൾക്കെതിരിൽ ഞങ്ങൾ കെട്ടിപ്പടി വിളിച്ചുകൊണ്ടുപോയ തട്ടാതെ മുട്ടാതെ അക്കരയെത്തിച്ച ഈ പതാക നിങ്ങൾ യുവജനങ്ങളിൽ നിങ്ങൾ ഏറ്റുവാങ്ങുക എന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. സുഹൃത്തുക്കളെ, നിങ്ങൾ ആരുടെയും അടിമകളാകരുത്, നിങ്ങൾ ആരുടെയും വേദവെട്ടികളാകരുത്, നിങ്ങൾ ആരുടെയും വെള്ളംപാടികളാകരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദിൽ വിശ്വസിക്കുന്നത് ഒരു അപകർഷമായി കരുതാത്ത ഒരു കാലഘട്ടത്തിന് വേണ്ടി, നല്ല നാളേക്ക് വേണ്ടി സ്കൂളുകളിലും കോളേജുകളിലും മുസ്ലിം അഭിമാനത്തോടുകൂടി കടന്നു ചെല്ലുവാനും നിങ്ങൾ ഒഴിവ് ദിവസങ്ങൾ അനുഭവിക്കുവാനും നിങ്ങളുടെ പാഠപദ്ധതികൾ അംഗീകരിക്കുവാനും നിങ്ങളുടെ ഭാവി ബാധ്യതമാക്കുവാനുള്ള ഒരു നല്ല നാളേക്ക് വേണ്ടി മുസ്ലിം ലീഗിന്റെ പതാകയിൽ കീഴിൽ MSFന്റെ കൊടിക്കുകയും കീഴിൽ അടിനിരന്ന് അടിവച്ചണിയണിയായി മുന്നോട്ട് പോകുക. നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ പോകുന്ന തലമുറയുടെ പ്രതിനിധികളായ ഞങ്ങൾ, അനേകം സംഗതികൾ കണ്ട ഞങ്ങൾ വാസ്തവത്തിൽ ആനന്ദകുന്തിലാവും. അവരന്ന് പറഞ്ഞതാണ്, വിദ്യാഭ്യാസം വരട്ടെ, സ്കൂളുകൾ വരട്ടെ, കോളേജുകൾ വരട്ടെ, ഈ മുസ്ലിം ലീഗ് ഉണ്ടാവുകയില്ല. ആ വ്യാജപ്രവാചകന്മാരോട് ഞാനൊന്ന് പറയട്ടെ, പഞ്ചായത്ത് തോറുമെന്നോണം സ്കൂളുകൾ വന്നു, താലൂക്കുകൾ തോറും കോളേജുകൾ വന്നു, സമുദായത്തിലാകെ ആളും പെണ്ണും വിദ്യാഭ്യാസം ഉണ്ടായി. മുസ്ലിം ലീഗിന്റെ ഒരു പോറൽ പോലും വെച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഈ യുവതലമുറ നാളെയുടെ പ്രതീകങ്ങൾ ഇവിടെ MSFന്റെ കീഴിൽ അണിനിരന്നിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ സന്ദേശം കൊണ്ടുവന്നു. ഈ സമുദായത്തിലെ ഇന്നത്തെ തലമുറ മാത്രമല്ല, നാളത്തെ തലമുറയും നിങ്ങളും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളുമെല്ലാം ഈ കൊടിക്കീഴിൽ തന്നെ അണിനിരന്നുകൊള്ളും എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഒരു കാലം വരും, ഞങ്ങളത് കാണാറുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഹിമാലയത്തിന്റെ കൊടുമുടിയിൽ നിന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് മുസ്ലിം ലീഗ് എന്ന് വിളിക്കുമ്പോൾ കന്യാകുമാരിയുടെ തീരത്ത് നിന്ന് സർക്കാരൻ സിന്ദാബാദ് എന്ന് വിളിക്കുന്ന കാലം വരുമെന്നതിന് യാതൊരു സംശയവുമില്ല. മുസ്ലിം ലീഗ് വിദ്യാഭ്യാസം കൊണ്ട് പിന്നോക്കം പോകുന്ന ഒരു സംഘടനയല്ല. ഗർഭിണിയായ ഒരു മുസ്ലിം മാതാവിന്റെ മുമ്പിൽ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഗർഭത്തിലുള്ള കുഞ്ഞ് കൈ ചുരുട്ടിക്കൊണ്ട് സിന്ദാബാദ് വിളിക്കും എന്നതിൽ എനിക്ക് സംശയമില്ല. ആ സംഘടന വാസ്തവത്തിൽ നിങ്ങൾ വിചാരിച്ചതുപോലെയാണ്. അതിന്റെ കാരണമുണ്ട്. ഞങ്ങൾക്ക് പൊരുതുന്നത് ഈ പോയിപ്പോകുന്ന തലമുറയ്ക്ക് വേണ്ടിയല്ല, ഈ യുവതലമുറയ്ക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് ഉദ്യോഗം ലഭിക്കാൻ, നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ, നിങ്ങൾക്ക് പദവികൾ ലഭിക്കാൻ, നിങ്ങൾ ഉയർന്നു വരാൻ, നിങ്ങൾ അഭിമാനമുള്ള പൗരന്മാരാകാൻ വേണ്ടിയാണ് മുസ്ലിം